കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ കെട്ടിടങ്ങൾ, വന്ധ്യതാ നിവാരണ ക്ലിനിക് എന്നിവയുടെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ആരോഗ്യ സേവനം ഉറപ്പാക്കുന്നതിന് സർക്കാർ ശക്തമായി ഇടപെടുമെന്ന് മന്ത്രി പറഞ്ഞു. സ്വകാര്യ ആശുപത്രിയിൽ 8 ലക്ഷം രൂപയോളം ചെലവിൽ നടത്തുന്ന റോബോട്ടിക് സർജറി RCCയും മലബാർ ക്യാൻസർ സെന്ററിലും സൗജന്യമാണ്. RCCയിൽ 200ഓളം റോബോട്ടിക് സർജറി നടത്തി. ജില്ലാ ആശുപത്രികളിൽ വൃക്ക, കരൾ, ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ സാധ്യമായി. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ദിവസേന 200ഓളം പേർ സൗജന്യമായി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു. ജില്ലയിലും ആരോഗ്യരംഗത്തെ വികസനം ദൃശ്യമാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രി കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. കോന്നിയിൽ മെഡിക്കൽ കോളേജ് സാധ്യമാക്കി. കോന്നി, പത്തനംതിട്ട, ആറന്മുള എന്നിവിടങ്ങളിൽ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു. അടൂർ ആശുപത്രി ഉദ്ഘാടനത്തിന് തയ്യാറാകുന്നു. തിരുവല്ല, എഴുമറ്റൂർ, കോന്നി, റാന്നി തുടങ്ങി എല്ലാ താലൂക്ക് ജനറൽ ആശുപത്രികളിലും പുതിയ കാലത്തിന്റെ നിർമ്മാണം നടത്തി. മുതിർന്നവർക്കായി ആധുനിക വയോജന വാർഡും ദേശീയ ഗുണനിലവാര സർട്ടിഫിക്കേഷനോട് കൂടിയ ഗൈനക് വിഭാഗവും ഐ യൂണിറ്റും കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലുണ്ട്. 5858 സ്ക്വയർ മീറ്ററിൽ 4 നിലകളിലായിട്ടാണ് ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക് നിർമ്മാണം. ആശുപത്രിയുടെ വികസനത്തിനായി 3 കോടി രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു. നമ്മളിവിടേക്ക് ആളുകളെ കൊണ്ടുവന്നാൽ 3 സോണായിട്ട് തിരിച്ചായിരിക്കും ഇവിടെ സേവനം നൽകുക. ഒന്ന് ഗ്രീൻ സോൺ, യെല്ലോ സോൺ, റെഡ് സോൺ എന്നിങ്ങനെയായിരിക്കും. അപ്പൊ അപകടത്തിന്റെയോ അല്ലെങ്കിൽ ട്രോമയുടെ തീവ്രത അനുസരിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ഗുരുതരാവസ്ഥയിലുള്ളവരെ റെഡ് സോണിലേക്ക് കൊണ്ടുപോകും. ആ റെഡ് സോണിലുള്ളവർക്ക് പെട്ടെന്ന് കെയർ ആവശ്യമുള്ളവരായിരിക്കും. ചിലപ്പോൾ തലയിൽ ഇഞ്ചുറി ഉണ്ടാകും, പെട്ടെന്ന് കെയർ വേണം. ഗ്രീൻ സോൺ, യെല്ലോ സോണിലാണെങ്കിൽ അത്രയും തീവ്രത ഉള്ളവരാകില്ല. ഗ്രീൻ സോണിൽ അതിനേക്കാളും കുറഞ്ഞ തീവ്രതയുള്ളവരായിരിക്കും. അപ്പൊ ക്വാളിറ്റി ലോകത്ത് തന്നെ അംഗീകരിക്കപ്പെട്ട ട്രോമ കെയർ പ്രോട്ടോകോളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ട്രയാജ് സംവിധാനം. അതുപോലെ OP ഫെസിലിറ്റീസ് ഇവിടെയുണ്ട്. ഓർത്തോ OP, ഡയഗ്നോസ്റ്റിക്സ്, മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, OP കൗണ്ടർ, അതുപോലെ പ്രൊസീജിയർ മുറി, ലാബ്, ECG, CT സ്കാൻ, എക്സ്റേ, ഡെന്റൽ എക്സ്റേ എന്നിവ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 1-ാം നിലയിൽ OP മുറികൾ വീണ്ടും ഫാർമസി, ലാബ് ഉൾപ്പെടെ അതുപോലെ ജീവിതശൈലി രോഗങ്ങളുടെ ക്ലിനിക്കുകളുണ്ട്. പ്രമേഹം, രക്തസമ്മർദ്ദം ആദിയായ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള ക്ലിനിക്ക് നമ്മുടെ 1-ാം നിലയിൽ. 1-ാം നില എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ കണക്കിലാക്കി ബേസ്മെന്റ് ഉണ്ട്, പിന്നെ കയറി ചെല്ലുന്നത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ, പിന്നെ 1-ാം നില. ലിഫ്റ്റ് സൗകര്യമുണ്ട്. 2-ാം നിലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും ക്യാൻറ്റീനും ട്രെയിനിങ് സെന്ററും റെക്കോർഡ് റൂമും മീറ്റിംഗ് ഹാളും ഒക്കെ ഉൾപ്പെടെയാണ് അവിടെ സാധ്യമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ നമ്മുടെ കോഴഞ്ചേരി ആശുപത്രിയിൽ 2024-25 സാമ്പത്തിക വർഷത്തെ ആരോഗ്യ കേരള പരിപാടിയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ അനുവദിച്ചു. അതിൽ നമ്മൾ ഭരണാനുമതി പൂർത്തീകരിച്ചു. അപ്പൊ 3 കോടി രൂപ കൂടി നമ്മുടെ വാർഡുകളുടെ ശാക്തീകരണത്തിന്, നിലവിലുള്ള വാർഡുകളുടെ ശാക്തീകരണത്തിന് വേണ്ടി അത് നമ്മൾ ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ അതിന്റെ നിർമ്മാണം നമുക്ക് നടത്താനായിട്ട് ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചു. അതിപ്പോൾ അതിന്റെ നിർമ്മാണവും ആരംഭിക്കും. കിഫ്ബി ഫണ്ട് 30.25 കോടി രൂപ വിനിയോഗിച്ചാണ് OP ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിന്റെ നിർമ്മാണം. ആരോഗ്യ കേരളം പദ്ധതിയിൽ 3 കോടി രൂപ ചെലവിലാണ് A ആൻഡ് B ബ്ലോക്ക് നവീകരിച്ചത്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ L അനന്തകുമാരി, ചെറുകോൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജീന മജീദ്, ജില്ലാ പഞ്ചായത്ത് അംഗം സവിത അജയ്കുമാർ, കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സിൽവിയ തോമസ്, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ S ശ്രീകുമാർ, ഡെപ്യൂട്ടി DMO ഡോക്ടർ S സേതുലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു.